നിങ്ങൾ MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആൻഡ് ടുഡേ ഇൻ ദിസ് വീഡിയോ വി വിൽ ഡിസ്കസ് അബൌട്ട് വൈ MBA in HR ഈസ് സ്റ്റിൽ ഇൻ ഡിമാൻഡ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖല നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, കരിയർ ഗ്രോത്തും സാലറി ഒക്കെ എങ്ങനെയായിരിക്കും, നോർമൽ MBA എടുക്കുന്നതിനേക്കാളും എന്ത് ഡിഫറൻസ് ആണ് MBA HR പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ചില സ്റ്റുഡൻസിന് HR കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഹയറിംഗ് ഫയറിംഗ് മാത്രമുള്ളൂ എന്നാണ്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ ഹ്യൂജ് മിസ്കൺസെപ്ഷൻ. മോഡേൺ HR എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കൽ ബിസിനസ് ഇമ്പാക്ട്, ടാലന്റ് മാനേജ്മെന്റ്, എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് കമ്പനി കൾച്ചർ ഷേപ്പ് ചെയ്യുക എന്നതാണ്. കമ്പനികൾക്ക് ഇപ്പോൾ ആവശ്യം ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാനും ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്ന HR പ്രൊഫഷണൽസിനാണ്. എന്നാൽ സ്റ്റുഡൻസ് ചിന്തിക്കുന്നത് HR ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ റൂട്ടീൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രമാകുമോ എന്നാണ്. ബട്ട് ദി ട്രൂത്ത് ഈസ് സം ഓഫ് ദി പോപ്പുലർ HR ജോബ് റോൾസ് ആർ എംപ്ലോയി റിലേഷനും HR ഓപ്പറേഷൻസ് ഓവർസീ ചെയ്യുന്നത് HR മാനേജർ ഓർ എക്സിക്യൂട്ടീവ് ആണ്. കമ്പനിക്ക് വേണ്ട റൈറ്റ് ടാലന്റ് ആയിട്ടുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നത് ടാലന്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. എംപ്ലോയീസിന്റെ സ്കിൽസും പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ട്രെയിനിങ് നൽകുന്നത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജറാണ്. സാലറി സ്ട്രക്ചർ ആൻഡ് ബെനിഫിറ്റ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുന്നത് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ് അനാലിസ്റ്റ് ആണ്. ഇനി HR ബിസിനസ് പാർട്ട്ണർ, എംപ്ലോയി എൻഗേജ്മെന്റ് മാനേജർ പോലുള്ള ജോബ് റോൾസിൽ നിങ്ങൾക്ക് MBA HR പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ സക്സീഡ് ചെയ്യാൻ ഇന്റേൺഷിപ്സ്, സർട്ടിഫിക്കേഷൻസ് ആൻഡ് റിയൽ വേൾഡ് HR പ്രൊജക്ട്സിൽ ഫോക്കസ് ചെയ്യുക. കോർപ്പറേറ്റ് HR ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് HR ടീമിലോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നേടിയെടുക്കുക. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുവാനും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റെമ്യൂണറേഷൻ. സാലറി ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾ വലിയൊരു എമൗണ്ടാണ് MBA പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ HR സാലറീസ് ഇപ്പോൾ സിഗ്നിഫിക്കൻ്റ്ലി ഗ്രോ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ സ്പെഷ്യലൈസ്ഡ് റോൾസ്. അപ്പോൾ അത് എത്രയാണ് നമുക്കിപ്പോൾ നോക്കാം. ഇന്ത്യയിൽ എൻട്രി ലെവൽ HRസിന് ഒരു വർഷം 4 മുതൽ 6 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കും. മിഡ് ലെവൽ HRസിന് 8 to 12 lakhs വരെ. ഇനി നിങ്ങൾ സീനിയർ HR ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസും സ്പെഷ്യലൈസേഷനും ബേസ് ചെയ്ത് യു ക്യാൻ ഏൺ അറൌണ്ട് 15 to 25 lakhs per year. ഇനി അബ്രോഡിൽ USA, UK, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു വർഷം 40 മുതൽ 70 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കും. ഏണിങ്സ് മാക്സിമൈസ് ചെയ്യാൻ ടാലന്റ് അനലിറ്റിക്സ്, കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് പോലുള്ള ഏരിയാസിൽ സ്പെഷ്യലൈസ് ചെയ്യുക. IT, ഹെൽത്ത് കെയർ, ഫിൻടെക് പോലെയുള്ള ഹൈ ഗ്രോയിങ് ഇൻഡസ്ട്രീസിൽ എക്സ്പീരിയൻസ് നേടിയെടുക്കുക. പിന്നെ ഗ്ലോബലി നിങ്ങളുടെ ക്രെഡിബിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ SHRM, HRCI, CIPD പോലുള്ള സർട്ടിഫിക്കേഷൻസ് പെർസ്യൂ ചെയ്യുക. എല്ലാ കോളേജും ഒരേപോലെയല്ല. സ്കിൽസും പ്ലേസ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ് കോളേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് MBA HR പഠിക്കാൻ സാധിക്കുന്ന ബെസ്റ്റ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിനു മുമ്പ് ഇതല്ലാത്ത വേറെ ഏതെങ്കിലും MBA സ്പെഷ്യലൈസേഷനെ കുറിച്ചിട്ട് ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ടെൽ മീ ഇൻ ദി കമൻറ്റ്സ്. ആദ്യം കോളേജസ് കെയർഫുള്ളി റീസെർച്ച് ചെയ്യുക. അതായത് കോളേജിന് NAC അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കോളേജിന് ലൈവ് പ്രൊജക്ട്സും ഇന്റേൺഷിപ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തുക. പിന്നെ ഏതൊക്കെ കമ്പനീസാണ് ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നും കൂടി ഒന്ന് അന്വേഷിക്കുക. പിന്നെ കോളേജ് സ്ട്രോങ് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നൽകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. പിന്നെ നിങ്ങൾ ഫീസും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങളിതെല്ലാം റിസർച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി പെർഫെക്റ്റ് കോളേജ്. ഒരു നോർമൽ MBA എടുക്കുന്നതിനേക്കാളും സ്ട്രാറ്റജിക്കൽ ഇമ്പാക്റ്റും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കരിയർ പാത്താണ് MBA in HR. റൈറ്റ് സ്പെഷ്യലൈസേഷനും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ത്യയിലും എബ്രോഡിലും ഹൈ സാലറി തരുന്ന കമ്പനി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ MBA HR പഠിക്കാൻ സാധിക്കുന്ന ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്ന് അറിയാനും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് മുന്നേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടോ, MBA കേരളത്തിൽ പഠിക്കണോ അതോ ബാംഗ്ലൂർ പഠിക്കണോ? അതിനായി ഞാൻ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു.